ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്. എൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ടെമോ, ഇവിടുത്തെ ഒരു ആപ്ലിക്കേഷനാണ് ടെമോ. നമ്മുടെ നാട്ടിലത്തെ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ പോലെ ഇവിടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ടെമോ. അതിനകത്ത് ഞാനിങ്ങനെ എപ്പോഴും എനിക്ക് കാണുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറയാതെ തന്നെ ആൾ എല്ലാം ഓർഡർ ചെയ്തു. അങ്ങനെ ഇന്നലെ വൈകിട്ട് അത് വന്നു. അപ്പോൾ ഞാൻ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. വലിയൊരു ഒരു ബാഗ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന്. എനിക്കിതിൻ്റെ വില വിവരങ്ങളോ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് കാണിച്ചു തരാം. എന്നിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ളത് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് കണ്ടാലോ? അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്നാലോ? ഞാനതിന് വേണ്ടി ചെറിയൊരു സിസർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പൊന്നൂസിൻ്റെ റൂമിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് നോക്കാൻ പോണേ. സിസേഴ്സിന് നല്ല മൂർച്ചയുള്ളത് കാരണം കൊണ്ട് ഇത് പൊന്നൂസിൻ്റെ റൂമിലിരിക്കുന്ന ഒരു പേപ്പർ കട്ടിങ് സിസറാണ്. അപ്പം നല്ല രീതിയിൽ മൂർച്ച ഇല്ല. ഓ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു ചവിട്ടിയാണ്. ഞാൻ പൊന്നൂസിൻ്റെയും ഔട്ടിയുടെ റൂമിൽ ഇതിൻ്റെ തന്നെ ഒരു ബ്രൗൺ കളറ് ചവിട്ടിയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാൽ ഞാൻ ഹോളിലേക്ക് ഇട്ടത് കാരണം കൊണ്ട് ഞങ്ങളുടെ ബാത്റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ബാത്റൂമിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചായിരുന്നതാണ്. നമുക്ക് തുറന്നു നോക്കാം. നല്ല മെറ്റീരിയൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ നല്ല ഗ്രിപ്പ് ഉണ്ട്. ഇതിൻ്റെ പുറകിൽ തന്നെ ആയിട്ട് നല്ല ഗ്രിപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബാത്റൂമിനകത്താണെങ്കിലും ഇച്ചിരി വെള്ളം അങ്ങനെ വീണെങ്കിലും തെന്നി വീഴാനൊന്നും ചാൻസ് ഇല്ല. അപ്പം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത് എന്തിട്ടെന്ന് നോക്കിയാലോ? എന്താ സംഭവം എന്നറിയില്ല. അതൊരു വടി പോലെ കിട്ടും. നോക്കട്ടെ കേട്ടോ, എന്താണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. മനസ്സിലായി. ഇത് കാണിച്ചു. ഇത് നമ്മുടെ ഡോർ നമ്മൾ അടച്ചിടുമ്പോൾ ഡോറിൻ്റെ ഉള്ളിലായിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഹാങ്കറിന് സെയിം ഹാങ്ങിങ് ഒരു നമ്മുടെ ഡോർമ ഹാങ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഡോറിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും വിസിബിൾ ആയിരിക്കില്ല. ഡോറിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. നമ്മുടെ പേഴ്സോ എന്തെങ്കിലും സ്വെറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ. ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ ഡോറിനകത്തോട്ട് പോകും. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കാം. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അടിപൊളി. ഹാങ്ങർ തന്നെ നമ്മൾ 2 സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ റൂമിൽ ഈ ഹാങ്ങിങ് സംഭവം ഉണ്ടായിരുന്നു. പിള്ളേരുടെ റൂമിൽ ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടായിരിക്കും 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. 2. അപ്പോൾ ഇത് 2 പേർക്കും കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കണ്ടാലോ? എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു കുഞ്ഞു ബോക്സാണ്. ഇത് ഞാൻ ആദ്യം 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂസിനും വൗട്ടിക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അതിലൊരെണ്ണം പൊന്നൂസാണോ വൗട്ടിയാണോന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അവരുടെ കയ്യിൽ നിന്ന് പോയി, അത് നഷ്ടപ്പെട്ടു. പിന്നെ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോണ സമയത്താണെങ്കിലും നമുക്ക് ഈസിലി ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സ്പൂൺ, ഫോർക്ക് ആൻഡ് എന്താ ഇതിനെ പറയുക, മറന്നുപോയി. എന്തായാലും അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചൈനീസുകാരൊക്കെ കഴിക്കില്ലേ, ചൈനീസും കൊറിയൻ ആൾക്കാരൊക്കെ കഴിക്കുന്നത് അത്. അപ്പം അങ്ങനെ ആലോചിച്ച് അതിൻ്റെ പേര് കിട്ടി, ചോപ്സ്റ്റിക്സ്. അപ്പം ആവട്ടിക്ക് അത് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ 2 സെലക്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അവനിൻ്റെ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിള്ളേരുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ സ്പൂൺ
സെപ്പറേറ്റ് കഴുകി സെപ്പറേറ്റ് ഒരു ഇതിനകത്താക്കി വെച്ച് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈസിയാണ് ക്യാരി ചെയ്യാനായിട്ട്. അപ്പം പേര് മറക്കണ്ട, ചോപ്സ്റ്റിക്സ്, ഫോർക്ക്, ഒരു സ്പൂൺ, ഒരു ബോക്സും കിട്ടും. അപ്പം നമുക്ക് ഈ ബോക്സിനകത്ത് ഇത് വെച്ച് ബോക്സിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പം കൊണ്ടുപോകാനായിട്ട് ഈസിയാണ്. പക്ഷേ അത് മെയിൻ തിങ് ഇത് വന്നപ്പം ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഈസിലി ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് അവർ കൊടുത്ത് വിട്ടപ്പോഴത്തെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം. ഓക്കെ, സാരമില്ല. എന്നാലും ഇത് അപ്പം 2 എണ്ണം ഉണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ അടുത്തത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവമാണ്. ഇതെന്താണെന്ന് മനസ്സിലാവണില്ല. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊരു കാർഡ് ഹോൾഡറാണെന്ന്. നമുക്ക് എല്ലാ കാർഡ്സും ഇതിനകത്ത് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇതിൽ കുറേ പേജസ് ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാർഡ് ഹോൾഡറാണ്. കണ്ടോ? ഓക്കെ, ഗുഡ്, നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാനും പറ്റുമോ അറിയില്ല. അപ്പോൾ ഇത് നല്ല കാർഡ് ഹോൾഡർ, അടിപൊളി. അടുത്തത് എൻ്റെ കൈ കിട്ടിയേക്കുന്നത് ഒരു ലൈവ് സെൽഫ് ടൈമർ ട്രൈപോഡാണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടി മുന്നൊരു ദിവസം സെലക്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ കുഞ്ഞായിട്ട് നമുക്ക് കയ്യിൽ ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. നമുക്കിങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴായാലും മൊബൈലായാലും നമ്മുടെ ഗോപ്രോ ആയാലും എന്തായാലും നമുക്കിങ്ങനെ ഈസി ആയിട്ട് പിടിച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. വലിയ ട്രൈപോഡ് പിടിക്കുന്നേക്കാളും കുറച്ചും കൂടി ഹാൻഡിയാണിത്. അപ്പം ഇതും പൊളി. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അടുത്തത് എൻ്റെ കൈ കിട്ടിയത് കാർ ഫോൺ ഹോൾഡർ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏകദേശം 45 മിനിറ്റാണ് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പം പോണ വഴിക്കാണ് എൻ്റെ ഡെയിലി ബസ്സിങ് കേൾക്കുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതിനനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അച്ഛൻ്റെ സ്പീച്ച് വരാറുണ്ട്. അപ്പം അത് ഞാൻ കേൾക്കുന്നത് അങ്ങ് പോകുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും മാപ്പ് ഇടാനായാലും അങ്ങനെ വീഡിയോ കാണാൻ പാടില്ല, സോറി. എങ്കിലും നമുക്കത് ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും താഴത്തോട്ട് നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മാപ്പ് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ താഴത്തോട്ട് നോക്കേണ്ടി വരും, നമ്മൾ കയ്യിൽ പിടിക്കേണ്ടി വരും. അപ്പം അതിനകത്തൊക്കെ നിന്നൊരു റിലീഫിന് വേണ്ടിയിട്ട് ഒരു കാർ ഫോൺ ഹോൾഡർ ഇതും നോക്കാം കേട്ടോ. ഇത് എൻ്റെ അടുത്ത് പറയണം സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അടിപൊളി. ഓക്കെ, ഇതിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കണ മോഡലാട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേന്ന്. അടുത്ത് ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എന്നും അടിയാം ചാർജറിൻ്റെ കാര്യത്തിന് വേണ്ടി. ഞങ്ങൾക്ക് 2 പേർക്കും C ടൈപ്പ് അല്ല, മറ്റേ ടൈപ്പ് വേണം ഞങ്ങളുടെ ഐഫോണിൻ്റെ ചാർജർ. അപ്പോൾ അത് എപ്പോഴും ഞങ്ങൾ തല്ലുകൂടുന്നത് നിങ്ങളുടെ കാണാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ 3 ഐഫോണിൻ്റെ കേബിൾസാണ്. ഇത് എത്ര കണ്ടും വർക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല. നമ്മൾ ടെമ്പിളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഒറിജിനൽ അല്ലായിരിക്കും. എന്നിരുന്നാലും നമുക്ക് നോക്കാം. അപ്പം ഐഫോണിൻ്റെ 3 വയർസാണ്. അടുത്തത് എൻ്റെ കയ്യിൽ കിട്ടിയേക്കണത് പൊളി. ഇത് ഒരു ഡിജിറ്റൽ ക്ലോക്കാണ്. LED മിറർ ക്ലോക്ക്, മൾട്ടി ഫങ്ഷൻ മിറർ ഇലക്ട്രോണിക് ക്ലോക്ക്, LED ബാക്ക് ലൈറ്റ് ഉണ്ട്, ഓട്ടോ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് ഉണ്ട്, 2 ലെവൽ ഓഫ് ലൂമിനൻസ് സെറ്റിംഗ് ഉണ്ട്, അലാം ഉണ്ട്. നമുക്ക് സ്നൂസ് ചെയ്യാനും പറ്റും. അതായത് കാരണം നമ്മളിപ്പോൾ ഇവിടെ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന കാലം കൊണ്ട് നമുക്കിങ്ങനെ ആണിയൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് റൂമിൽ ക്ലോക്ക് ഇല്ലാത്ത കാരണം എല്ലാവരും ലേറ്റ് ആവാണ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതിന് തന്നെ ഒരു കോഡുണ്ട്. അപ്പം നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇവിടെ ഈ മോഡ് മാറ്റാൻ പറ്റും, അലാം ഉണ്ട്, ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആരോസ് ഉണ്ട്. അപ്പം നമുക്കിത് ബാറ്ററി ഇടണ്ടല്ലോ, അത് തന്നെ വലിയൊരു സംഭവം. നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ പൊളിച്ച് കളയാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിള്ളേർ കാണണ്ട, ഇത് അവരുടെ റൂമിലേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അവർക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ അത് ഈസി ആയിട്ട് സ്റ്റേബിളുമോ എവിടെയെങ്കിലൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ
ഓക്കെ, അടുത്ത കുറച്ച് ഐറ്റംസ് വന്നത് നമ്മുടെ കാറ് ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിവ്യൂ എൻ്റെ വീട്ടിൽ തരും. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം ഇതെല്ലാം നമുക്ക് കാറ് നമ്മുടെ ഡ്രില്ലറിനകത്തോട്ട് കണക്ട് ചെയ്യണ കാർ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് ആണ്. നമുക്ക് ഡ്രില്ലർ ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡ്രില്ലറിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കാർ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിൻ്റെയായിട്ടും വീഡിയോ ഇടും. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവർ. ഇത് നമുക്ക് ഒരു USB കേബിളിനകത്തോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ ഈസിയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ അടുത്ത ദിവസം തന്നെ. അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, പക്ഷേ ഞാൻ വീഡിയോ റെക്കോർഡാക്കാൻ മറന്നുപോയി. സെന്നേഴ്സ്, ഇത് നമുക്ക് ഒരു പെൻ ടോർച്ച്, ഇതൊരു മാർക്കർ, ഇത് മൾട്ടി കളേഴ്സ് പെൻ, പിന്നെ ഇത് വീണ്ടും ഒരു ചെറിയ ലൈറ്റ്, അങ്ങനെ എല്ലാം ഒരു റിങ്ങിനകത്ത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.